നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേരെ വിളിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരോടൊക്കെ ഒരുപാട് ഉപദേശിച്ചു കൊടുക്കും, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് ഇതുവരെയും പ്രാവർത്തികമാക്കാത്ത കാര്യമായിരിക്കും നിങ്ങൾ അവരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് പൊതുവെ ഒരു 100%-ൽ 50% ജനങ്ങളും. എന്നാ ഒരു നാളി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കെ ഒരു സഹാബത്തും അദ്ദേഹത്തിന്റെ മകനുമായിട്ട് വരികയുണ്ടായി. എന്നിട്ട് റസൂലിന്റെ അടുത്ത് പറയാ, അല്ല റസൂലെ, എന്റെ മകൻ വലിയൊരു കുറ്റം ചെയ്യും. അതെന്താണ് അങ്ങനെ ഒരു കുറ്റം? അവൻ ഭയങ്കരമായിട്ട് മധുരം കഴിക്കും, എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, റസൂൽ ഒന്ന് വിലക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാനെന്ന് കൽപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ സഹാബത്ത് തിരികെ എത്തി മകനുമായിട്ട്. അപ്പോഴും റസൂല് പറഞ്ഞു, ഒന്നും കൂടെ പൊയ്ക്കോ. അങ്ങനെ 3 വട്ടം ആവർത്തനമുണ്ടായി. പിന്നെ അദ്ദേഹം വരികയുണ്ടായപ്പോൾ റസൂൽ ആ മകനെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഇനി മധുരം കഴിക്കല്ലേ എന്ന്. അപ്പോൾ ഇരുന്ന സഹാബത്തൊക്കെ ചോദിച്ചു, അല്ലയോ റസൂലെ, തങ്ങൾക്കിത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനു മുമ്പ് ഞാൻ ആ മകനെ പോലെ ഒരുപാട് മധുരം ഞാനും കഴിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് നിർത്തി വെച്ചിട്ടാണ് ആ മകനെ ഞാൻ വിലക്കിയത്. എന്ത് മനോഹരമായ രംഗമാണത്! ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു കൊച്ചു കുട്ടിക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അത് റസൂല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടായിരുന്നു ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് എന്താ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം പോലും നിങ്ങൾ ആരോടും പറയരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയിട്ട് മറ്റുള്ളവരെ നന്നാക്കാനും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.